അത് ചങ്ങായിമാരെ മാഹിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ജൂതചട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുണ്ടായി സോഷ്യൽ മീഡിയയിൽ. മാഹിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. കാരണം എന്ന് വെച്ചാൽ ട്രാവൽ വ്ളോഗായിട്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ. എന്നാൽ ട്രാവൽ വ്ളോഗേഴ്സ് എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട പേരുകളിൽ ഒരെണ്ണം മാഹിനാണ്. അതല്ലാതെ തിന്നാൻ വേണ്ടി നാടുകൾ ചുറ്റിയിടുന്ന വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വീഡിയോ നാട് ചുറ്റുന്നു ട്രാവൽ വ്ളോഗ് എന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് മുക്കാ ഭാഗം സ്വന്തം വീഡിയോസും ഭാഗം മാത്രം കറങ്ങുന്ന സ്ഥലങ്ങളെയും കാണിക്കുന്ന കുറേ ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട്, മില്യൺ കണക്കിന് സബ്സ്ക്രൈബറൊക്കെ ഉള്ളത്. അപ്പോൾ അവരുടെ ഇനത്തിലൊന്നും പെടുത്താൻ പറ്റില്ല മാഹിന്റെ പോലെ കുറച്ച് ചില ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ ട്രാവൽ വ്ളോഗേഴ്സ് കാണാറുണ്ട്. കാരണം മാഹിൻ്റെ ഒക്കെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അവൻ പല രാജ്യങ്ങളിൽ പോകുന്നു, അവിടെ നിന്ന് കാണാൻ പറ്റുന്ന നല്ല നല്ല കാഴ്ചകളും മോശം കാഴ്ചകളൊക്കെ അവൻ പകർത്തുന്നു. അവൻ എന്ത് ചെയ്യും, അത് അവൻ്റെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. സ്വന്തം ക്യാമറ പകർത്തിയിട്ട് സ്വന്തം ചാനലിൽ കൂടി പ്രദർശിപ്പിക്കുന്നു. വേണവർക്ക് കാണാം, കാണാത്തവർക്ക് കാണണ്ട, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവൻ പ്രത്യേകം കാണുന്ന ചില കാര്യങ്ങൾ അവനത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ തമ്മിലാക്കി ഇടാറുണ്ട്. അതിപ്പോൾ ഷഡ്ഡി കണ്ട ഷഡ്ഡി എന്നൊക്കെ കുണ്ടാകും. അങ്ങനെയാണ് അവൻ്റെ തമ്മിൽ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന ഇസ്രായേൽ പോകുന്നതിന് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൻ ഇന്നേ വരെ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഇത്രത്തോളം കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തിട്ട് പോയ ഒരു സ്ഥലം ഇസ്രായേലാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഇസ്രായേലിലേക്ക് പോകുന്നു. ഇസ്രായേലിൽ ചെന്നിട്ട് ഇങ്ങനെ ഏതോ ഒരു തെരുവിൽ ഏതോ ഒരു ഷോപ്പിൽ ഇങ്ങനെ ജൂതന്മാരെ ഇഷ്ടപ്പെടുന്നു, അവിടുത്തെ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്നു, ആണുങ്ങളെ ഇഷ്ടപ്പെടുന്നു ഒക്കെ പറഞ്ഞിട്ട് ജഡ്ഡികളിന്മേൽ കുറേ ആപ്ഷൻസ് കാണുന്നു. അത് അവൻ പകർത്തുന്നു. അവൻ അതെടുത്തിട്ട് തമ്മിൽ ഇടുന്നു. ഈ തമ്മിൽ കണ്ടിട്ട് കുറേ സ്വന്തം വിസർജനം വാരി തിന്നുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ആ വിസർജനം തിന്നിട്ട് അതിൻ്റെ ആമ്പക്കം സോഷ്യൽ മീഡിയ കൂടി വിടണമെന്ന് കാണാറുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ചിട്ടാണ് ഒരുപാട് വീഡിയോസ് മാഹിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. മാഹിനെ സപ്പോർട്ട് ചെയ്തും വന്നിട്ടുണ്ട്. ഇപ്പം മാഹിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ സ്വന്തം വിസർജനം തിന്നിട്ട് സ്വയം ഏമ്പക്കം വിട്ട് അത് സോഷ്യൽ മീഡിയ കൂടി നാട്ടുകാരെ അറിയിക്കുന്ന കുറേ ആൾക്കാർക്കുള്ള മറുപടിയായിട്ട് മാഹിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഞാൻ മൊത്തമായിട്ട് എടുത്ത് ഞാൻ സംസാരിക്കുന്നില്ല, അത് മൊത്തമായിട്ട് കാണിക്കാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് 10-22 മിനിറ്റ് ഉണ്ട്. ഒരുപാട് പേർക്കുള്ള മറുപടി മാഹിൻ കൊടുക്കണമാണ്. ആ മാഹിൻ അവർക്ക് മറുപടി കൊടുത്ത സ്ഥിതിക്ക് ഇനി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം മാഹിൻ ഈ വിഷയം തുടങ്ങാനായിട്ട് ഈ ജൂതജഡ്ഡിയുടെ വിഷയം എങ്ങനെ വന്നു, അല്ലെങ്കിൽ ആ പറയുന്ന തമ്മിൽ സൃഷ്ടിക്കാൻ കാരണമായത് എന്താണെന്ന് മാഹിൻ പറയണ്ടായിരുന്നു. കാരണം ചില ആൾക്കാരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അതവൻ ക്രിയേറ്റ് ചെയ്താണ്, അവൻ എഡിറ്റ് ചെയ്ത് കയറ്റി ചെയ്താണെന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അവനങ്ങനെ പോയപ്പോൾ അവനവിടെ കണ്ടു. അതിൽ ഇതേ വീഡിയോ തന്നെ അവൻ പറയുന്നത് അവൻ്റെ സുഹൃത്തുക്കളെ, ഈ ജൂതന്മാരായ ഫ്രണ്ട്സുകൾക്ക്, യഹൂദികളായ ഫ്രണ്ട്സുകൾക്കൊന്നും ഈ പ്രശ്നമില്ല, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത പ്രശ്നമില്ല. പിന്നെ ഈ കുരുപൊട്ടുന്ന കുറേ നാറുകളുണ്ടല്ലോ, അതും കൂടുതലും മലയാളികൾ. അതാണ് കോമഡി. ഈ മലയാളികളോട് ഒന്നേ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ ഈ പറയും മതത്തെ ഇങ്ങനെ ഒരു മതത്തെ മാത്രം എടുത്തിട്ട് ഇങ്ങനെ ചൂഷണം എന്ന് പറയാൻ പറ്റില്ല, ഈ വർഗീയത മാത്രം വിളിച്ചു പറയുമ്പോൾ നിങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന മൊട്ടേന്ന് ഒറ്റയടിക്ക് വിരിഞ്ഞ് ഈ പറയുന്ന 10-25 വയസ്സാകുന്നതല്ലല്ലോ. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ എത്ര വ്യക്തികൾ, നിങ്ങൾ ഈ പറയുന്ന വർഗീയത പറയുന്ന എത്ര മതത്തിൽപ്പെട്ട എത്ര ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ടാവും. അവരുടെയൊക്കെ എത്ര സഹായങ്ങൾ നിങ്ങൾ മേടിച്ചിട്ടുണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അവരൊന്ന് മേടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പിന്നെന്ത് അല്ലേ, അവരൊന്നും പറഞ്ഞിട്ട് അല്ല, ഈ പറയുന്ന സ്വന്തം വിസർജം വാരി തിന്നിട്ടുള്ള ബുദ്ധിയെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പം അത്ര നോക്കിയാൽ മതി. എന്തായാലും അമ്മ മൈരനൊന്നും ഞാൻ വിളിക്കുന്നില്ല കേട്ടോ. നമ്മൾ എന്തിനാണ് വെറുതെ മുടി എന്നൊക്കെ വിളിക്കാനായിട്ടുള്ള, അതിനൊന്നും ആവശ്യമില്ല. പിന്നെ ഒരു റീന എന്ന് പറഞ്ഞൊരു മുതലുണ്ടായിരുന്നു. ഈ പറയുന്ന നായാന്നൊന്നും കൂട്ടാൻ പറ്റില്ല അവരെ. കാരണം എന്താ വെച്ചാൽ നായകൾ എന്ന് വെച്ചാൽ പെൺപട്ടികളാണ്. ഈ പെൺപട്ടികൾക്ക് പോലും നാണക്കേടാണ് ഈറ്റങ്ങളൊക്കെ നായാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വാക്കുകളൊന്നും ഞാൻ ആ ലേഡിനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഈ ലേഡി പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ഇവനെ മുമ്പിൽ കണ്ടതിനെ കാരണം പോറ്റടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള മറുപടി, അതിനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. കാരണം ഇവൻ ഈ പറയുന്ന ലേഡി എവിടെയാണോ പറഞ്ഞത് അവിടെ ചെന്ന് നിന്നിട്ടുണ്ടായി. വരണം അടിച്ചോ, ഗാന്ധിജി പറഞ്ഞ പോലെ തന്നെ ഒരു കാരണത്ത് മാത്രമേ 2 കാരണത്തും അടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ലേഡിയൊന്നും ആ സമയത്തൊന്നുമില്ല. കാരണം ഇത്രേ ഉള്ളൂ, സോഷ്യൽ മീഡിയ കൂടി തൻ്റെ ധൈര്യം വലിച്ചു വാരി വിടും. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, മറ്റാണ്, മാങ്ങയാണ്, മേങ്ങത്തൊലിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരാൾ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇടിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഇവൻ ഈ കർണത്തടിക്കാൻ വേണ്ടി ചെന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടാവില്ല. അവനൊരു 1-2 മണിക്കൂറൊക്കെ ചെന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷഡ്ഡി കിട്ടാത്തതുകൊണ്ട് അത് അന്വേഷിക്കാൻ പോയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ലേഡിക്ക് വരാൻ ലേറ്റ് ആയത്. ഇനിയും മുൻകൂറായിട്ട് നിങ്ങൾ നേരത്തെ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസൊക്കെ പതിപ്പിച്ചിട്ട് ചെന്ന് നിന്നതിന് ചിലപ്പോൾ ആ ലേഡി വരും. കാരണം ലേഡി ഈ പറയുന്ന പോലെ ഇസ്രായേലിൽ ഇരുന്നിട്ട് വലിയ രീതിയിൽ മതവർഗീയത വിളിച്ചു പറയുന്ന ലേഡിയാണ്. പല വീഡിയോസും ഞാൻ കണ്ടിരുന്നു. ആ ലേഡിക്ക് ഒരു മര്യാദ ഇല്ലാത്ത ഒരു ലേഡിയാണ്. വായ തോന്നുന്ന എന്ത് തീട്ടക്കഥയും വിളിച്ച് പറയുന്ന ഒരു ലേഡിയാണ്. അതുകൊണ്ടാണ് ആ ലേഡിക്ക് വേണ്ടിയൊക്കെയാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ മറുപടിയായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. ആദ്യം തന്നെ ഈ പറയുന്ന ജട്ടിക്കഥ മാഹിം പറയേണ്ട, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. വർഗീയവാദികളാണ്. അപ്പൊ തുടങ്ങാം.
ഈ വിഷയം തുടങ്ങിയത് ജൂത ചട്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഞാൻ ഇസ്രായേലിലെ തെല്ലവീവിലെ മാർക്കറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്നൊരു മാർക്കറ്റിൽ ധാരാളം ഇങ്ങനെ ജട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നു. അതിൽ ഐ ലവ് ജൂയിഷ് ബോയ്സ്, ഐ ലവ് ജൂയിഷ് ഗേൾസ്, ഐ ലവ് ജൂസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ജട്ടികൾ. അതായത് ഞാൻ ജൂവിനെ പ്രണയിക്കുന്നു, ഞാൻ ജൂത പെണ്ണിനെ പ്രണയിക്കുന്നു, ഞാൻ യഹൂദ ആണിനെ പ്രണയിക്കുന്നു എന്ന് എഴുതിയ ഇംഗ്ലീഷിൽ എഴുതിയ ചട്ടികളാക്കുന്നു. അപ്പോൾ ഞാൻ അത് സ്വാഭാവികമായിട്ടും അത് വീഡിയോ എടുത്തു, അതെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ എന്താ പറയുക തംബ്നെയിലിൽ ആ പിക്ചർ എടുത്തിട്ട് ജൂതചട്ടി എന്ന് മെൻഷൻ ചെയ്ത് ഞാൻ എന്താ പറയുക അതിലിട്ടു. പിന്നീട് പല ആളുകളും എന്താ പറയുക സോഷ്യൽ മീഡിയ ബുള്ളിങ് ആയിട്ട്, ഒരു ചേട്ടനാണ് ആക്ച്വലി ആദ്യം തുടങ്ങിയത്, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ. അങ്ങനെ ധാരാളം ബുള്ളിങ് ആയി. പിന്നീട് ഞാൻ മെന്റലി അഫക്റ്റ് ആയതുകൊണ്ട് പിന്നീട് ഞാൻ കുറേ ദിവസത്തേക്ക് ഓൺലൈനിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് അപ്പോൾ ഒരു ന്യൂസ് വന്നത്. കേട്ടില്ലേ? ഇസ്രായേലിൽ പോകുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്ന് ഇവൻ പലസ്തീനൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാണ്. അതിനും കാരണം ഇവൻ പറയേണ്ടത് പലസ്തീനിലെ ആൾക്കാരൊന്നും ഇവർ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്നവരൊന്നും അവരുടെ ജീവിത സാഹചര്യം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ പറയുന്ന മാഹിൻ അവരുടെ ജീവിത സാഹചര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ മാഹിൻ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു. അതിനെതിരെ ഇവനക്ക് ഒരുപാടുണ്ട്, ഇവൻ വർഗീയതവാദിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇസ്രായേലിലേക്ക് പോയപ്പോൾ തന്നെ ഒരുപാട് ഫോർമാലിറ്റികളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് കൂടിയാണ് ഇവൻ ഈ പറയുന്ന ഇസ്രായേലിലേക്ക് കെട്ടിയെടുത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കണ്ട കാഴ്ചകളാണ് ഇവൻ്റെ ചാനലിൽ കൂടി അവൻ പകർത്തിയതും. അതേപോലെ തന്നെ ഞാൻ സീക്രട്ട് ഏജന്റിന്റെ ചാനലാണ് ആദ്യം തന്നെ ഇവനെ കാണാനില്ല, ഇവൻ എവിടെയാണെന്നുള്ള ചോദ്യത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ആദ്യം കാണുന്നത്. പിന്നീട് ആ ന്യൂസ് കണ്ടേക്കണം. സത്യം പറഞ്ഞാൽ ഈ ചങ്ങായി പോകുന്ന യാത്രകളൊക്കെ കാര്യങ്ങൾ വീഡിയോ പകർത്തുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ചങ്ങാതിയുടെ ഇതേ വീഡിയോ തന്നെ ഉണ്ട് ഈ പറയുന്ന നാട്ടിലുള്ള ആൾക്കാർ. എന്ന് വെച്ചാൽ അവിടുത്തെ ജൂതന്മാർക്കും അവന്റെ ഫ്രണ്ട്സുകൾക്കൊന്നും ഇത് പ്രശ്നമില്ലെങ്കിൽ അവിടെ ജീവിക്കാൻ വേണ്ടി ചെന്നിട്ട് പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ജീവിക്കുന്ന ഈ മലയാളി നാറുകൾക്ക് എന്തിൻ്റെ കഴപ്പാണ്? ശരിയായിരിക്കാം, ചിലപ്പോൾ അവർക്ക് അവരുടെ ഈ മതത്തെക്കുറിച്ച് പറഞ്ഞതാണെന്നൊക്കെ തോന്നിയിട്ടുള്ള കുരുപൊട്ടലാണെങ്കിൽ പോലും വേണമെങ്കിൽ ഇവനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അതിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ അവിടെ കണ്ട കാഴ്ചകൾ മാത്രമാണ് പറയുന്നത്. കുറേ നാറികളുണ്ട് ഈ പറയുന്ന തംബ്നെയിലുകൾ മാത്രം കണ്ടിട്ട് അതിൽ വന്ന് ഛർദ്ദിക്കാൻ നിൽക്കുന്നവർ. ആദ്യം ഒരു വീഡിയോൻ്റെ തംബ്നെയിൽ കാണുന്നു. തംബ്നെയിൽ എന്തിനാണ് ഇടുന്നത്? ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. അതല്ലാതെ ആ തംബ്നെയിൽ കൊണ്ട് വേറെ ഒരു ഉദ്ദേശങ്ങളും ഇല്ല. അതിലവൻ കാണുന്ന ആ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു മൂലയിലുള്ള കാര്യങ്ങളായിരിക്കും തംബ്നെയിലാക്കുന്നത്. കാരണം അത് കാണുമ്പോൾ ഓക്കെ. ഇപ്പം ഇസ്രായേലിലെ ജൂത ജഡ്ഡി മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തംബ്നെയിലിട്ട് എന്തുകൊണ്ടാണ് അത് ആ കാണുന്ന ഇതെന്താണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ആൾക്കാർ നോക്കും. ഇപ്പം ഇങ്ങനെ ഒരു തംബ്നെയിൽ ഇട്ടാണ് ഇത്രയും ചർച്ചയായത്. അപ്പം കൂടുതലും ആൾക്കാർ ഈ വീഡിയോസ് എടുത്ത് കാണുന്നത് ഇതേപോലുള്ള തംബ്നെയിൽ ഇടണം. ക്ലിക്ക് ബൈറ്റ് കിട്ടണമെങ്കിലും അതേപോലെ തന്നെ കുറേ ക്യൂരിയോസിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെയുള്ള തംബ്നെയിലുകൾ ഉണ്ടാവുള്ളൂ. ഇതെന്തോരോ ആൾക്കാർ ഇപ്പം ഇവനെ എതിർത്ത് സംസാരിക്കുന്നു, ഇവനക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ തംബ്നെയിൽ കണ്ടതിന് നിങ്ങൾ എന്തെന്ന് പറയും? ഈ പറയുന്ന റീന എന്നൊക്കെ പറഞ്ഞ നായിച്ചുണ്ടല്ലോ, അവളുടെ ഒക്കെ തംബ്നെയിൽ കണ്ട എന്തെന്ന് പറയും? അവളൊക്കെ ചെയ്യുന്ന വീഡിയോയിൽ അവൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായാലും എന്തെന്ന് പറയും? അവളൊക്കെയാണ് ആദ്യം തന്നെ ചവിട്ടി പുറത്താക്കേണ്ട ഓരോ നാടുകളിൽ നിന്ന്. അവളൊന്നും ഒരു മതത്തിലും പെടുത്താൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ തിന്നാൻ വേണ്ടി ഛർദ്ദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് സോഷ്യൽ മീഡിയയും അതിൽ കിടന്നിട്ട് വേണ്ടതും വേണ്ടാത്തതും വിളിച്ച് പറയുന്ന ഒരു എന്തിൻ്റെ ഇടയിലും കയറി ചെല്ലുന്ന നാക്കും. ഞാൻ ഈ രീതിയിലൊന്നും വീഡിയോ ഞാൻ ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പറയാനറിയാത്തതുകൊണ്ടൊന്നല്ല, വേണ്ടാന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എൻ്റെ ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ കാണുന്ന കാഴ്ചകളും ഞാൻ കാണുന്ന കാര്യങ്ങളിലും എൻ്റേതായ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്തതാണ്. പക്ഷേ ഈ വിഷയം ഇതേപോലെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഈ വിഷയത്തെക്കുറിച്ച് മാത്രം സോഷ്യൽ മീഡിയ കാണുന്നു. എവിടെ തുറന്നു നോക്കിയാൽ ഈ വിഷയത്തെക്കുറിച്ച് മാത്രം കാണാം. അതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന റീന എന്ന് പറയുന്ന ഈ ലേഡിയുടെ വീഡിയോസ് കുറച്ച് എനിക്ക് ഷെയറായി വരികയും ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിൽ 2 ഫ്രണ്ട്സ് വന്നിട്ട് എനിക്ക് അവർ തന്നെയാണ് പല കണ്ടന്റുകളും പറഞ്ഞു തരാറ്. അവർ വന്നിട്ട് തീർച്ചയായിട്ടും നീ ഇവരെ വീഡിയോസ് കാണാറില്ല, നീ എന്തുകൊണ്ടാണ് ഇവരെ കുറിച്ചൊന്നും പറയാത്തത്? ഇനി അവർ സ്ട്രൈക്ക് തരുമെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ അവർ ഇനി നിനക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ചു. അവരൊന്നും എന്നെക്കുറിച്ച് ഒന്നും സംസാരിക്കുമെന്ന് എനിക്കറിയാം. കാരണം അവരൊന്നും എൻ്റെ വീഡിയോസ് കാണാനേ പോകുന്നില്ല. ഇനി അവർ സംസാരിച്ചാൽ എനിക്കൊരു വിഷയമൊന്നുമില്ല. കാരണം അവരെക്കാളും നല്ല രീതിയിൽ വഴങ്ങുന്ന നാക്ക് എനിക്കുണ്ട്. അവരെക്കാളും നല്ല രീതിയിൽ തെറി പറയാനോ മോശം പറയാനോ അറിയാവുന്ന നാക്ക് എനിക്കുണ്ട്. പിന്നെ പറയാത്തതെന്ന് വെച്ചാൽ നമ്മ ഇരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നതെന്നും നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ കാണുന്ന ഒരുപാട് പേരുണ്ടെന്നും അതിൽ നമ്മുടെ കുടുംബക്കാരും ചിലപ്പോൾ കാണുമെന്നൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു മര്യാദ വിട്ട് മാന്യത വിട്ട് സംസാരിക്കാതെ. അവൾക്കൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവൾക്ക് ഇനി കേരളത്തിൽ കെട്ടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നല്ല. കാരണം അത്രത്തോളം ആൾക്കാർ അവൾ വർഗീയത പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് വേറൊരു മതത്തിന് വർഗീയത പറയാനില്ല, ആകെ മുസ്ലിമുകളെ മാത്രം വർഗീയത പറയും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനി ഇവളുടെ മുന്നിലേക്ക് ആരെങ്കിലും ചെന്നോന്ന് എനിക്കറിയില്ല മുസ്ലിം പേട്ട. കാരണം ചിലവർക്ക് ഉണ്ടാവുമല്ലോ അവരെ ഉപദ്രവിച്ച ആ ഒരു മേഖലയോട് മൊത്തമായിട്ട് ദേഷ്യം. ഇപ്പോൾ ഒരാണിൻ്റെ ഒരു മോശമായ അനുഭവം ഉണ്ടായി ആണുങ്ങളെ
മൊത്തം വെറുക്കുന്ന ചില ഫെമിനിസ്റ്റുകളെ കണ്ടിട്ടില്ലേ, അതേപോലെ കുറേ എണ്ണം അതേപോലെ ആയിക്കോളൂ. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളിൽ നിന്നൊക്കെ വളരെ മോശമായ ഏതെങ്കിലും അനുഭവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ വർഗീയത ആയിരിക്കണം ഇവൾ ഈ പറയുന്ന എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും അല്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരെയും ഇങ്ങനെ പറയുന്നത്. എന്തോ അറിയില്ല, മേ ബി അവൾക്കുള്ള മറുപടി ഒരുപാട് പേര് കൊടുത്തത് ഞാൻ കാണാനിടയുണ്ടായി. എന്തായാലും മാഹിൻ്റെ വീഡിയോ കണ്ടു, ഓക്കെയാണ്, അവൻ കൊടുക്കേണ്ട രീതി നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മറുപടി കൊടുക്കുക ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ മറുപടി കൊടുത്താൽ കാണിച്ചത് നല്ല കാര്യമായിട്ടേ തോന്നുന്നുള്ളൂ. എൻ്റെ അഭിപ്രായം ഇത്രയുള്ളൂ. ഞാൻ പറഞ്ഞത് കുറച്ച് മോശമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ഷമിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ.